സാധാരണയായി ഒരു സ്റ്റേജ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു റൂട്ടീനാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു റൂട്ടീൻ്റെ ഭാഗമാണ്. നമ്മളുടെ ഭാവിയിലേക്ക് നമുക്കൊരു ടൂർ പോകാൻ, അല്ലെങ്കിൽ നമുക്കൊരു വീട് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അനാവശ്യങ്ങളിലേക്ക് നമ്മൾ കുറച്ച് അനാവശ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഒരു പരിധിയിൽ കൂടുതൽ ലോണുകൾ ഒരിക്കലും നമുക്ക് സുഖസൗകര്യം തൽക്കാലം തരുമെങ്കിലും ഭാവിയിലേക്ക് നമ്മുടെ ജീവിതം വളരെ ദുരിതപൂർണമാക്കാനുള്ള സാഹചര്യമുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹെൽത്തി ഫിനാൻസിന് വേണ്ടി നമുക്ക് ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എൻ്റെന്നല്ല, ഈ കേൾക്കുന്നവരുടെ എല്ലാം ഒരു മൈൻഡിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കും, ഒരു ഹെൽത്തി ഫിനാൻഷ്യൽ ഫ്രീഡം എന്നൊക്കെ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നതാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫിനാൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഏതൊരു സ്റ്റേജിലായിരിക്കും? സാധാരണയായി ഒരു സ്റ്റേജ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു റൂട്ടീനാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു റൂട്ടീൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ ഇതിലുള്ളൂ. ഒന്ന്, നമുക്ക് ഏർലി സ്റ്റേജസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക, സേവ് ചെയ്യാൻ തുടങ്ങുക. കാരണം നമ്മളുടെ ആവശ്യങ്ങളെ മൂന്നായി നമ്മൾ തരംതിരിക്കണം. അത്യാവശ്യങ്ങൾ, അത് എല്ലാ മാസവും അപ്പം വേണ്ട കാര്യങ്ങളാണ്. ആവശ്യങ്ങൾ, നമ്മളുടെ ഭാവിയിലേക്ക് നമുക്കൊരു ടൂർ പോകാൻ, അല്ലെങ്കിൽ നമുക്കൊരു വീട് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സേവ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അനാവശ്യങ്ങളിലേക്ക് നമ്മൾ കുറച്ച് അനാവശ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മളൊരു 20% എങ്കിലും നമ്മളുടെ ഇൻകത്തിൻ്റെ ഇനീഷ്യൽ ലെവലിൽ നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കണം. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പാണെങ്കിൽ ആ 20 വളരെ കുറവാണ്. പക്ഷേ നമ്മൾ ഗ്രാജുവലി നമ്മുടെ ഫാമിലി എക്സ്പാൻഡ് ചെയ്യുന്നതിനനുസരിച്ച് ഏത് പോയിന്റിലാണെങ്കിലും നമ്മളൊരു 20% എങ്കിലും നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കണം. പിന്നെ ഒരിക്കൽ പോലും നമ്മുടെ ലോണിൻ്റെ പെർസെൻറ്റേജ് ഒരു 60% കൂടാൻ പാടില്ല. നമ്മളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ 60% ഒരിക്കൽ പോലും നമ്മളുടെ ലോണിൻ്റെ കൂടാൻ പാടില്ല. അത് ആ 60% സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രൊഡക്റ്റീവായ ഒരു സെഗ്മെൻറ്റിലായിരിക്കണം നമ്മളുടെ 40% EMI വരേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വീടോ അസറ്റോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആവശ്യത്തിനായിരിക്കണം ആ 60%ൻ്റെ 75% പോകുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ 60,000 EMI അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 45,000 ഞാനൊരു വീടോ അല്ലെങ്കിൽ നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു അസറ്റിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി ഒരു 20% അല്ലെങ്കിൽ ഒരു 15,000 to 20,000 മാത്രമേ നമുക്ക് ഇപ്പോൾ കാറോ പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നമ്മളൊരു ട്രാവൽ ചെയ്യാൻ വേണ്ടി എടുത്ത ലോണോ അതിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യാവും. ബാക്കി 20% നമ്മൾ ഇപ്പോൾ പേഴ്സണൽ ലോണോ കാർ ലോണോ തുടങ്ങിയ ലോണുകൾക്കായി സ്പെൻഡ് ചെയ്യേണ്ടത്. പിന്നെ എപ്പോഴും ലോൺ ഒരിക്കലും ആദ്യത്തെ ഓപ്ഷനല്ല. സാധാരണ നമ്മുടെ അടുത്ത് വരുന്ന ആളുകളിൽ കൂടുതലും 100% ഹോം ലോൺ കിട്ടുമെന്ന് ചോദിച്ചു വരുന്ന ആളുകളുണ്ട്. ഈവൻ തോ നമുക്ക് 80%, 75% കിട്ടുമെന്നാണെങ്കിൽ പോലും നമ്മൾ ഒരു തുടക്കകാലത്ത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യുകയും നമുക്കൊരു മിനിമം എമൗണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കോൺട്രിബ്യൂഷനായിട്ട് കാണുകയും ലോൺ പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുകയാണ് ഇതിൻ്റെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതിപ്പോൾ നാളെ ഒരു കാർ എടുക്കാനാണെങ്കിൽ പോലും നമുക്ക് 95% വരെ നമുക്ക് ലോൺ കിട്ടും, ഈവൻ 100% വരെ ലോൺ കിട്ടും. അതുകൊണ്ട് 100% ലോൺ എടുക്കുക എന്നതിനേക്കാൾ കൂടുതൽ നാം കിട്ടുന്നതിൽ നിന്ന് ഒരു നല്ല എമൗണ്ട് സേവ് ചെയ്ത് പരമാവധി ലോണിൻ്റെ പെർസെൻറ്റേജ് കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളത്, ഇതെല്ലാം നമ്മളെ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കും. ഒരു പരിധിയിൽ കൂടുതൽ ലോണുകൾ ഒരിക്കലും നമുക്ക് സുഖസൗകര്യം തൽക്കാലം തരുമെങ്കിലും ഭാവിയിലേക്ക് നമ്മുടെ ജീവിതം വളരെ ദുരിതപൂർണമാക്കാനുള്ള സാഹചര്യമുണ്ട്. സാധാരണ നിങ്ങളുടെ പ്രയോറിറ്റി എപ്പോഴും ആദ്യം തന്നെ ലോണിലേക്ക് പോകാതെ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ ആദ്യം കുറച്ച് സേവ് ചെയ്ത് ബാക്കിയുള്ള തുകയ്ക്ക് ലോണിലേക്ക് അപ്രോച്ച് ചെയ്യുക. ലോണുകൾ നിങ്ങൾക്കൊരു ബാധ്യതയാവാതെ സൂക്ഷിക്കുക. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കൂടുതൽ ഫിനാൻഷ്യൽ ഫ്രീഡം നേടുക. ലോണുകൾ നിങ്ങൾക്കൊരു കെണിയാവാതെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ഗ്രോത്തിലും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി മാറുന്ന രീതിയിൽ മാത്രം സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കുക എന്നുള്ളതാണ്.